ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആരും പേടിക്കണ്ട, ഞാൻ പേടിപ്പിച്ചല്ല. ഇങ്ങനെ ഇൻട്രോ തുടങ്ങണം എന്നറിയില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. നിങ്ങളത് നെവർ മൈൻഡ് ആക്കിക്കോളൂ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് സീരിയസ് മാറ്ററാണ്. അപ്പോൾ കുട്ടികളെയും തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സീരിയസ് ആയിട്ട് ഒരു വീഡിയോ കാണുക. അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ മൺസൂൺ സീസൺ ആണല്ലേ, നമ്മുടെ മഴക്കാലമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് ഈ മഴ കയറി വന്നത്. ഞാൻ വിചാരിച്ചു മഴക്കാലം ഒന്ന് മാറിയെന്ന്. അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ച് ഞാൻ സ്റ്റാർട്ടാക്കിയത്. പക്ഷേ മഴ എന്നെ ചതിച്ചു ഗൈസ്. അതോ എനിക്ക് ഈ കാലങ്ങളെ പറ്റിയൊന്നും വലിയ ബോധമില്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ അതിൽ ചെന്ന് പെട്ടതെങ്കിലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വിത്ത് 100% മൈൻഡായിട്ട് നമ്മുടെ ചലഞ്ച് ഇപ്പം ഏകദേശം 26ഓളം ദിവസങ്ങളായി. അപ്പം കൂടെ നിന്നവർക്കെല്ലാം നന്ദി, എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, പിന്നെ എനിക്ക് എപ്പോഴും ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി. അത് മാത്രം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, ഒരു ഇൻട്രോ പോലെ പറയല്ല, എൻ്റെ മൈൻഡിൽ ഇപ്പോൾ തോന്നിയിട്ട് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മുടെ മുടിയെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം പറ്റും, മഴക്കാലത്ത് മുടി വളരുമോ, മുടി പൊഴിയുമോ, മുടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്യണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും കാണുമായിരിക്കും. ഈവൻ എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ആക്കി. സോ നിങ്ങൾക്കും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് മൺസൂൺ ഹെയർ കെയർ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കണം, നമ്മുടെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാമോ, പാക്ക് അപ്ലൈ ചെയ്യാമോ, മുടി പൊഴിയുമോ ഇല്ലേ എന്നുള്ള കുറേ ഡൗട്ടുണ്ട്. അപ്പം ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ടോപ്പിക് 1, മൺസൂൺ ഹെയർ കെയർ. ഓക്കെ, അപ്പം മൺസൂൺ ഹെയർ കെയറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഗൈസ്. എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ടാകാം. എനിക്കതുപോലെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഒന്ന് ക്ലിയറായി. ഏകദേശം 99.9% ഒക്കെ ക്ലിയറായി. അതുപോലെ നിങ്ങൾക്കും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കാണിട്ടോ. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകും, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു നോളജ് എങ്കിലും കിട്ടാണ്ടിരിക്കില്ല. സോ മുടി വളരെയും മുടി കുറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ഹെയർ കെയർ ചെയ്തിട്ടും നമ്മുടെ മുടി വളരുന്നില്ല, അങ്ങനെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കാര്യം മുടി എന്നത് ഒരു ഫിസിക്കൽ ബ്യൂട്ടി ആയിട്ട് നമ്മൾ സ്വയമേ ഉണ്ടാക്കിയെടുത്തൊരിതാണ്. സോ നമുക്കുള്ള ഹെയർ അത് നീറ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൺസൂൺ ഹെയർ കെയർ ആദ്യത്തെ കാര്യമാണ് നമ്മുടെ ഹെയർ ഓയിലിങ്. ഈ മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മുടെ അറ്റ്മോസ്ഫറിക് എയർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും. നല്ല രീതിക്ക് വാട്ടർ കണ്ടന്റ് ഉള്ള എയർ ആണ് നമ്മുടെ ചുറ്റുള്ള. അപ്പോൾ അതുമൂലം നമ്മുടെ മുടിക്കകത്തുള്ള നാച്ചുറൽ ഹെയർ ഓയിലുണ്ട്, നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഓയിലുണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. എന്നിട്ട് ഈ അന്തരീക്ഷത്തിലുള്ള ആ ഒരു വെട്ടുമൊക്കെ ചേർന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡേർട്ടാവും, നല്ല അഴുക്ക് പിടിച്ച് ഡാൻഡ്രഫ് ഒക്കെ വന്ന് മുടി കൊഴിയാനായിട്ട് ഏറ്റവും മെയിൻ റീസൺ അതാണ് കേട്ടോ. അപ്പം അതുമല്ല, നമ്മുടെ മുടി എന്ത് ചെയ്യുമെന്നറിയോ, ഭയങ്കര ചകിരി പോലെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി, നിങ്ങൾ ഓയിൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മുടി ചകിരി പോലെ ആയി വരുന്നതിൻ്റെ റീസൺ ഇതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഹെയറിൽ ഓയിൽ ചെയ്താൽ നിങ്ങളത് വാഷ് ഔട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇപ്പം ഒരുപാട് ഹെയറിൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. മൺസൂൺ സീസണിൽ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഓവറായിട്ട് യൂസ് ചെയ്യില്ലെന്നേ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ ഹെയർ ഓയിലിയാണ്, ഭയങ്കര ഒരു അൺഹെൽത്തി കണ്ടീഷനിൽ നമുക്ക് തോന്നി നമുക്കത് ഷാമ്പു ചെയ്യാം. ബിക്കോസ് ആ ഒരു ഓയിലും ഡേർട്ടും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഫ്രിസിനെസ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അത് മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബനാന ഉണ്ടല്ലോ, പഴം. അതാണ്, ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ ഹെയറിൽ ഈ ഒരു ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കുകളെന്ന് പറയുന്നത് തേൻ, നമ്മുടെ ഹണി ഇല്ലേ, നമ്മുടെ തേനും പഴം പിന്നെ തൈര്, ഈ 3 ഇതും ആണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ നമ്മുടെ വേപ്പില. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹെയറിൽ നല്ല നല്ല എഫക്റ്റ് ആയിരിക്കും ഈ ഒരു മഴക്കാലത്ത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ വെള്ള മഞ്ഞ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഫുൾ മുട്ടയാണ്. ഞാനതിൽ വെള്ളയോ മഞ്ഞയോ എഗ് വൈറ്റ് യോക്ക് എന്നൊന്നും ഞാൻ തിരിക്കാറില്ല. ഏറ്റവും ബെറ്റർ സത്യം പറഞ്ഞാൽ എഗ്ഗ് യോക്കാണ് കേട്ടോ ഈ ഒരു മഴക്കാലത്ത്. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞത് നമ്മൾ ഹെയർ ഓയിലിങ്ങിൻ്റെ കാര്യമാണ്. ഹെയർ ഓയിൽ എങ്ങനെ ചെയ്യണം
എന്നുള്ളത് വെച്ചാൽ നമ്മൾ ഒരാഴ്ചയിൽ 2 വട്ടം നമുക്ക് മഴക്കാലത്ത് ഹെയർ ഓയിൽ ചെയ്യാം. അത് ഹോട്ട് ഓയിൽ മസാജ് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ ഹെയറിൽ ഓയിൽ ചെയ്തേ പറ്റുള്ളൂ മഴക്കാലത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയറിനെ കയ്യിൽ കിട്ടില്ല, മീൻസ് ഫുള്ള് ഹെയർ ഫാളും കാര്യങ്ങളും ആയിരിക്കും. അതുപോലെ നമ്മുടെ തൈര് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, തൈര്, പഴം ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡീപ്പ് കണ്ടീഷനിങ് തരും കേട്ടോ. അപ്പോൾ തൈര് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ദിവസം നമ്മുടെ ഹെയറിനെ നല്ല മോയ്സ്റ്റൻ ആക്കി നല്ലൊരു ഹെൽത്തി കണ്ടീഷനിൽ കീപ്പ് ചെയ്യും നമ്മുടെ തൈര്. അതുകൊണ്ട് തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ ഹെയർ ഫാൾ ആണ് കേട്ടോ. അപ്പം മൺസൂൺ ഹെയർ ഫാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും പറയും മഴക്കാലത്ത് മുടി വളരുന്ന സമയമാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ ഹെയർ ഫാൾ ഉണ്ടാകുന്ന ടൈം നമ്മുടെ മൺസൂൺ സീസൺ ആണ് കേട്ടോ. നമ്മൾ എത്ര കെയർ ചെയ്താലും നമുക്ക് മഴക്കാലത്ത് ഹെയർ ഫാൾ ഉണ്ടാകും. അതുകൊണ്ട് ആരും പേടിക്കരുത്. നിങ്ങളുടെ പ്രശ്നമല്ല അത്. മഴക്കാലത്ത് നമുക്ക് പൊതുവേ ഹെയർ ഫാൾ കൂടുതലായിരിക്കും കേട്ടോ. സമ്മർ സീസണേക്കാളിലും കുറച്ചും കൂടി നമുക്ക് ഹെയർ ഫാൾ കൂടുതലായിരിക്കും. നമ്മൾ ഈവൻ കെയർ ചെയ്താൽ പോലും ഹെയർ ഫാൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയം നമ്മൾ അത് കെയർ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ കെയർ ചെയ്തിട്ട് ഹെയർ ഫാൾ ഉണ്ടാകും. അപ്പോൾ കെയർ ചെയ്യാണ്ടിരുന്നാൽ എത്രത്തോളം അത് വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ അതിൻ്റെ കാര്യവും ഈ ഒരു ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഹ്യൂമിഡിറ്റി കൂടുന്നത് മൂലം നമ്മുടെ സ്കാൽപ്പിൽ ഡേർട്ട് അടിയാനും അതുപോലെ നാച്ചുറൽ ഓയിലൊക്കെ ലോസ്റ്റ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഒന്ന് ഡള്ളായിട്ട് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആകും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹെയർ ഫാള് കൂടും. അതാണ് അതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൈരും പഴവും വേപ്പിലയും മുട്ടയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയറിനെ നമുക്ക് തിരിച്ച് നമ്മുടെ ഹെൽത്തി കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിക്ക് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ ഹോട്ട് ഓയിൽ മസാജും പിന്നെ തൈര്, പഴം, വേപ്പ്, പിന്നെ ഹണി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹണിയൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പറ്റാത്തവരൊക്കെ ബാക്കി കാര്യങ്ങളുള്ള നമുക്ക് തൈര്, പഴം, വേപ്പിലൊന്നും വലിയ വിലയോ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. പറ്റുന്നവർ നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്നതിൻ്റെ പകുതി വിലയേ ഉള്ളൂ അല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങാം. അതല്ല, ഇത് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഹെയറിനെ നാച്ചുറലായിട്ട് സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളാണ്. സോ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ഹെയറിനെയൊക്കെ ശ്രദ്ധിക്കാൻ നോക്കട്ടോ. സ്കിന്നും ഹെയറും ഒക്കെ നമ്മൾ കൂടുതലും നാച്ചുറലി, അതായത് ഇപ്പോൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായാലും ഹെയർ ഫാൾ മാറ്റാനായാലും ഹെയർ ഗ്രോത്ത് ചെയ്യാനൊക്കെ അത്യാവശ്യം നാച്ചുറൽ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. സൺസ്ക്രീനൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പുറത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ ഉള്ളൂ. ലൈക്ക് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. അതുകൊണ്ടാണ് സൺസ്ക്രീനൊക്കെ എല്ലാവരും മസ്റ്റ് യൂസ് ചെയ്യണം. അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ വരുന്നുണ്ട്. സ്കിൻ കെയർ ചോദിച്ച കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വേറൊരു സർപ്രൈസും കൂടി വരുന്നുണ്ട്. അതൊക്കെ വരും വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. ഇനി നമ്മൾ മഴക്കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഡോൺസ്, ഡൂസ് അല്ല ഡോൺസ്. ഓക്കെ, അപ്പോൾ ഡോൺസ് എന്താണ്, അതായത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യട്ടോ. അവോയ്ഡ് ക്രേവിങ്. അതായത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ, നല്ല എരിയുള്ള പലഹാരങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതൊന്നും കഴിക്കാൻ പാടില്ല. അതൊന്നും കഴിക്കരുത്. കാര്യം ഓവറായിട്ട് കഴിക്കരുത്. നമുക്ക് ആ ഒരു ഇതിന് കഴിക്കാം. ഓവറായിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് കഴിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. കാര്യം അത് നമ്മുടെ ഹെയർ ഫാളിന് കാരണമാകും. സോ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക മഴക്കാലത്ത്. അപ്പം അത് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പാക്ക് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും എന്തിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും സ്കിൻ ബ്രൈറ്റനിങ്ങിനായാലും ഒക്കെ സഹായിക്കും. സോ നിങ്ങൾ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് കീപ്പ് ചെയ്യുക കേട്ടോ ഈ ഒരു മഴക്കാലത്ത്. അപ്പോൾ അത് ഒരു പരിധിവരെ നിങ്ങളുടെ ഹെയർ ഫാൾ കുറയ്ക്കും. അതുപോലെ തന്നെ ഈ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസും സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ഹെയർ ഫാൾ കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി 2 നേരമൊക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒറ്റവട്ടം ലൈക്ക് ബോഡി കഴുകുക, ഹെയർ ഒറ്റവട്ടം മാത്രം വാഷ് ചെയ്യട്ടെ. ഇപ്പോൾ നനഞ്ഞിട്ട് വന്നതാണെങ്കിൽ കൂടി നനഞ്ഞിട്ട് വരുന്ന ആ ഒരു ടൈമിൽ മുടി നമ്മൾ വാഷ് ചെയ്ത് കളയാറുണ്ടല്ലോ. അപ്പോൾ ഒറ്റവട്ടം മാത്രമേ നമ്മൾ തല എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴുകാനായിട്ട് പാടുള്ളൂ ഈ ഒരു മൺസൂൺ സീസണിൽ കേട്ടോ. അതുമല്ല, മൺസൂൺ സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും നമ്മൾ എപ്പോഴും ഹെയർ അങ്ങനെ വാഷ് ചെയ്യുന്നത് ഹെയറിന് അത്ര നല്ലതല്ല. സോ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും പക്ഷെ തല നനയ്ക്കണം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും പണ്ടത് ഫോളോ ചെയ്തിട്ടുണ്ട്.
ഹെയർ ഫാൾ ഉള്ളവർ ഒന്ന് രണ്ട് ഇടവിട്ട് അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ തല നനയ്ക്കാവുന്നു. പക്ഷെ ഞാനത് ഫോളോ ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. ഞാനത് ഫോളോ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിട്ടോ. എനിക്കത് ഒരു മാറ്റം എനിക്ക് കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നും ഡെയിലി തല നനച്ചപ്പോഴാണ് എൻ്റെ ഒരു പ്രശ്നം മാറിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരിത് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എന്താ പറയുക, അപ്പം നമ്മുടെ സ്കാൽപ്പിലുള്ള ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് നീം ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വേപ്പ് നമ്മൾ സ്ഥിരം ഉൾപ്പെടുത്തിയാലും മതി. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ തല എഴുന്ന വെള്ളമില്ല, അതിനകത്തേക്ക് കുറച്ച് നീം നമ്മുടെ വേപ്പ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളമായിട്ട് മിക്സ് ചെയ്ത് തലയൊന്ന് കഴുകിയാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം നീം നമ്മുടെ തലയിൽ ഈ ഒരു മഴക്കാലത്ത് എത്തിക്കാമോ അത്രയും നല്ലതാണ് കേട്ടോ. ഡാൻഡ്രഫിനായാലും മറ്റുള്ള സ്കാൽപ്പ് ഇച്ചിങ് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ തലയിൽ ഈര് പേന് ഒക്കെ പെരുകാനായിട്ട് ചാൻസ് ഉള്ളൊരു സീസണാണ് നമ്മുടെ മഴക്കാലം. സോ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരുപാട് പെയിനുള്ളവർ ഡെയിലി തന്നെ പെയിൻ ചെയ്യി കളയുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പാക്കുണ്ട്, നമ്മുടെ തുളസിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയും തുളസിയെങ്കിലും നിങ്ങൾ അരച്ചൊന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. എല്ലാ ദിവസവും അപ്ലൈ ചെയ്താലും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ മുടി വളരാനും പെയിൻ മാറാനും അത് സഹായിക്കും കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഹെയറിൽ ചീകാമോ ചീകാൻ പാടില്ലേന്ന്. ഹെയർ ചീകാതിരുന്നാൽ നമുക്ക് ഇഷ്ടംപോലെ പനങ്ങുല പോലെ മുടിയൊന്നും വരില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമ്മൾ കോംബ് ചെയ്യുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആർത്തി മൂത്ത് ഇങ്ങനെയൊന്നും കോംബ് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ജെൻറ്റിലായിട്ട് ഭയങ്കര സമാധാനത്തിലാണ് നമ്മൾ കോംബ് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാം എടുത്ത് നമ്മുടെ നാച്ചുറൽ ഓയിലായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിലായാലും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് എത്തും, നമ്മുടെ ഹെയറിൻ്റെ ലെന്തിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോ ആവാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു വട്ടെങ്കിലും നിങ്ങൾ കോംബ് ചെയ്യുക കേട്ടോ. ഭയങ്കര വിഗറസ് ആയിട്ട് അങ്ങനെ ഒന്നും കോംബ് ചെയ്യേണ്ട, സ്മൂത്തായിട്ട് ജെൻറ്റിലായിട്ട് അങ്ങ് കോംബ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മഴക്കാലത്ത് അല്ലെങ്കിൽ ഏത് കാലത്തും ആയിക്കോട്ടെ നമ്മുടെ നനഞ്ഞ മുടി നിങ്ങൾ കോംബ് ചെയ്യാൻ പാടില്ല കേട്ടോ. നനഞ്ഞ മുടി മാത്രം ചീകരുത്. ഉണങ്ങിക്കിടക്കുന്ന നല്ല നോർമൽ കണ്ടീഷനിൽ കിടക്കുന്ന മുടി നിങ്ങൾക്ക് ചീകാമെന്ന് പറഞ്ഞാൽ എപ്പോഴും അയ്യോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എപ്പോഴും പോയി ചീകി മുടിയൊന്നും നശിപ്പിച്ച് കളയരുത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു വട്ടം നിങ്ങൾക്ക് കോംബ് ചെയ്യാം കേട്ടോ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഓയിലൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് അവോയ്ഡ് ചെയ്യാം. കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഈ 2 ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കോക്കനട്ട് ഓയിൽ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. വേറെ ടൈപ്പ് ഓഫ് ഓയിൽ കാര്യം ഈ കാച്ചിയ എണ്ണയും കുഴപ്പമില്ല, എങ്കിലും നിങ്ങൾ അത്രത്തോളം പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമെങ്കിലേ അത് യൂസ് ചെയ്യാവുള്ളൂ. കാര്യം മഴക്കാലം ആകുമ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി ഡാൻഡ്രഫ് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ എണ്ണ തന്നെ അത് പൂപ്പലാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് ആവശ്യമില്ലാത്ത കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതിരിക്കുക. ഹെയർ ഡൈയിങ് ആയാലും കളറിങ് ആയാലും സ്ട്രെയിറ്റനിങ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു മഴക്കാലത്തെങ്കിലും നിങ്ങൾ അധികം ഒന്നും ചെയ്യാതിരിക്കുക. കാര്യം പെട്ടെന്ന് ഹെയർ ഇൻഫെക്റ്റഡ് ആവാനായാലും അല്ലെങ്കിൽ ഹെയർ ഡാമേജ് ആവാനായിട്ടും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സീസണാണ് നമ്മുടെ മഴക്കാലത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഓവർനൈറ്റ് ഹെയർ കെയർ എങ്ങനെയാണെന്നാണ്. നമ്മുടെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് ഓയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് പോയി കിടക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊരു കാര്യം, അങ്ങ് ഭയങ്കര ഓയിലി ആക്കി സ്കാൽപ്പിൽ പോയി കിടക്കരുത്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ സ്കാൽപ്പിലൊക്കെ ഡേർട്ടായിട്ട് ഡാൻഡ്രഫായിട്ട് നിങ്ങളുടെ മുടി പൊഴിയാൻ ചാൻസ് ഉണ്ട്. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു ഇതാണ് ഇരിക്കുക, അതായത് ഡ്രൈ ആയിട്ട് റഫായിട്ട് ഒരു ഹെൽത്തി കണ്ടീഷനിലല്ല ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒന്ന് കയ്യിലെടുക്കുക, മസാജ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, രാവിലെ പിന്നെ കുളിക്കുമ്പോൾ വാഷ് ഔട്ട് ചെയ്യാം, കളയാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലാതെ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടക്കരുത് കേട്ടോ. വലിയൊരു മിസ്റ്റേക്കാണ്, ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി എന്ത് ചെയ്യുക, രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ മുടി 2 സൈഡിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുക, നന്നായിട്ട് ഉടക്കെടുത്ത് കളയുക. ഞാൻ പറഞ്ഞ കണക്ക് ആർക്കെങ്കിലും ഓയിൽ അങ്ങനെ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളവർ ചെറുതായിട്ട് ശകലം ഒരു തുള്ളി പോലും വേണ്ടതെന്ന് ഞാൻ പറയൂ, ആ ഒരു രീതിക്ക് ഓയിലെടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കിടക്കുക. അല്ലാതെ ഓയിൽ അപ്ലൈ ചെയ്തേ പറ്റും എന്നുള്ളവർ അപ്ലൈ ചെയ്യുക, രാവിലെ എണീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് ഹെയറിനൊന്ന് മസാല കൊടുക്കുക. മസാല അല്ല,
മസാജ് കൊടുക്കുക. ഇൻവേർഷൻ മെത്തേഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു രീതിക്ക് നല്ല രീതിക്ക് ഹെയർ ഒന്ന് മസാജ് എടുക്കുക, കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുക. ഞാൻ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, രാത്രി ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പം റോസ്മേരി വാട്ടർ കാണാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, മൺസൂൺ സീസൺ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അല്ലാതപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കാമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കിടക്കാവൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഉറങ്ങാൻ നേരത്തെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കെട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനും അത് ചെയ്യാറുണ്ട്, മടി പിടിക്കുന്ന ദിവസങ്ങളിലും ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി എന്ത് ചെയ്യുക, പിന്നി കെട്ടിയിടുക. പിന്നി നമ്മളിങ്ങനെ മടക്കി ചുരുട്ടി അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ബണ്ണിട്ട് അങ്ങനെ ഇടാം. അല്ല എന്നുണ്ടെങ്കിൽ മടക്കി ചുരുട്ടിയൊക്കെ വയ്ക്കാം. അതിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ മടക്കിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ അധികം ഡാമേജ് ആവില്ല. ഓക്കെ, അത് പിന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ റിസർച്ച് ചെയ്തിട്ട് പറയാം ഗൈസ്. ഓക്കെ, പിന്നെന്താ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പില്ലോയുടെ കവറ് സിൽക്ക് കവറായിരിക്കണം കേട്ടോ. നല്ല മെഴുമെഴാന്നുള്ള കവറുകളുണ്ടല്ലോ, സിൽക്ക് അറിയാലോ, മനസ്സിലായല്ലോ. ആ ഒരു ടൈപ്പ് ഓഫ് പില്ലോ കവറാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത ഭയങ്കര റഫായിട്ടുള്ള നമ്മുടെ മുടിയൊക്കെ പറഞ്ഞു പോകാം, നമ്മൾ എണ്ണിക്കുമ്പോഴേ നമ്മുടെ പകുതി മുടി അതിലിരിക്കുന്ന രീതിയിലുള്ള പില്ലോ കവേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നൈറ്റിലെ. അതുപോലെ തന്നെ നമ്മുടെ മഴക്കാലത്തെയും ഹെയർ കെയർ റുട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. ഞാനത് എനിക്കറിയില്ലെങ്കിൽ ഞാനത് റിസർച്ച് ചെയ്തിട്ട് പറയാം ഗൈസ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. എങ്കിലും കൂടുതൽ ഞാൻ നോക്കുന്നത് യൂട്യൂബാണ് കേട്ടോ. ഞാൻ എപ്പോഴും കയറി നോക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ അലച്ചലച്ച് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാൻ. ഞാനിങ്ങനെ പോകെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരും ഗൈസ്. ഇപ്പം നിങ്ങളുടെ ക്ലാരിറ്റീൻ്റെ ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോയിസിൻ്റെ ആ ഒരു പ്രശ്നം കാണുമായിരിക്കാം, എങ്കിലും എനിക്ക് അങ്ങനെ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് സെക്ഷനിൽ പറയും കേട്ടോ. കാര്യം ഞാനല്ലല്ലോ കാണേണ്ടത്, നിങ്ങളാണല്ലോ എന്നെ സഹിക്കേണ്ടത്. അപ്പം പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വെൽക്കം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളൂ ഗൈസ്. ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് അപ്ലോഡ് ചെയ്യെങ്കിൽ ഗുഡ് നൈറ്റ്, നാളെയാണെങ്കിൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.